ഒരു disclaimer ഞാൻ തരാം. ഞാൻ ആരോ കിഡ്നാപ്പ് ചെയ്തിട്ട് ഞാൻ അവരെ പേരൻസിനെ വിളിച്ചിട്ട് പൈസ ചോദിക്കുന്ന അതുപോലെ എനിക്ക് തോന്നും. Success is not the absence of failure. ഈ ഒരു ലൈവ് കണ്ട് കഴിഞ്ഞ് മനസ്സിൽ വെക്കേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന ഫ്രണ്ട് റോ മുതൽ ബാക്കിലുള്ള പേരൻസിന് വരെ ഉണ്ടായ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. സാറിനും അലക്സ് സാറിനും ഉണ്ടായ എക്സ്പീരിയൻസ് ആണ് അല്ലേ. ഒരു 5ാം ക്ലാസ് 5 years റിവൈൻഡ് ചെയ്യാം. എല്ലാവർക്കും ഒരു ടോയ് വേണ്ടേ? ഏതോ ഒരു ടോയ് ഉണ്ടായിരുന്നു ഭയങ്കര ആഗ്രഹമുള്ളത്, അത് നമ്മുടെ പേരൻസ് വാങ്ങിച്ചു തന്നിട്ടില്ല. അങ്ങനെ സംഭവിച്ചിട്ടില്ലേ? യെസ്, അത് അലക്സാറിന് സംഭവിച്ചിട്ടുണ്ട്, അലക്സാറിന് സംഭവിച്ചിട്ടുണ്ട്, എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അന്ന് എന്ത് ചെയ്തു? അന്ന് രാത്രി വീട്ടിൽ പോയിട്ട് മുറി അടച്ചു വെച്ചു, കരയാൻ തുടങ്ങി. ഇനി ഞാൻ അച്ഛനോടും അമ്മയോടും സംസാരിക്കൂല, അവരെനിക്ക് ഇഷ്ടമല്ല. ചെറിയൊരു കാര്യം, ആ കരഞ്ഞത് ഞാനല്ല കേട്ടോ. ആയിക്കോട്ടെ, എന്നാലും ഞാൻ സമ്മതിച്ചു. പക്ഷേ മോറൽ ഓഫ് ദ സ്റ്റോറിയിലേക്ക് എത്താം. ഓക്കെ, അപ്പം കരഞ്ഞു, നമ്മൾ ഇനി സംസാരിക്കൂല, ഞാൻ ഭക്ഷണം കഴിക്കൂല, ഞാൻ ഇനി ഒരു ആഴ്ചത്തേക്ക് മിണ്ടൂല, എല്ലാം തീരുമാനിച്ചു. ഇനി നിങ്ങൾ തിരിച്ച് അതിലേക്ക് റിവൈൻഡ് ചെയ്യാം. നിങ്ങളിപ്പോൾ നിങ്ങളുടെ പേരൻസിനോട് സംസാരിക്കുന്നുണ്ടോ? അവരായിട്ട് ഇപ്പോഴും വിഷമമുണ്ടോ? യെസ് എന്നോ? ഇപ്പോഴും വിഷമമുണ്ടോ? എനിക്ക് അവരുടെ പേരൻസിനൊന്ന് കാണണം. അപ്പം ബേസിക്കലി അന്നുണ്ടായിരുന്ന നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ദേഷ്യം അല്ലെ സങ്കടം ഇന്നൊന്നും അല്ല. അന്ന് നിങ്ങൾ വിചാരിച്ചു എനിക്ക് പറ്റൂല, എനിക്ക് വേണ്ട, എനിക്ക് വേറെ അച്ഛനും അമ്മയും മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് അതൊന്നും കുഴപ്പമില്ല, അത് കഴിഞ്ഞു. അന്ന് ഏറ്റവും വലിയ ലൈഫ് പ്രോബ്ലം ഇന്ന് കഴിഞ്ഞു. ആൻഡ് ഇനിയും നിങ്ങൾക്ക് ലൈഫ് പ്രോബ്ലം ഉണ്ടാവും. ഇനിയിപ്പോൾ +1 നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമായിക്കോട്ടെ, അതും പാസ് ചെയ്യും. നിങ്ങളുടെ ഈ സന്തോഷവും സങ്കടവും എല്ലാം ടെമ്പററി ആണ്, അതും പാസ് ചെയ്യും. അപ്പോൾ നിങ്ങളത് ഓർത്ത് വെക്കുക. അതോടെ തന്നെ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിരിക്കുള്ളൂ, ദിസ് ടു ഷാൽ പാസ്. ഇനി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അലക്സ് സാർ കുറേ സക്സസും ഫെയിലിയറിനെ പറ്റി പറഞ്ഞു. ഇനി മനസ്സിലാക്കേണ്ടത് സക്സസ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, സക്സസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കുറേ കോട്ട്സ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാനൊരു സിമ്പിൾ കോട്ട് പറയാം. സക്സസ് ഇസ് നോട്ട് ദി ആബ്സെൻസ് ഓഫ് ഫെയിലിയർ. അപ്പോൾ ഫെയിൽ ചെയ്തില്ലാത്ത ആളല്ല സക്സസ്. ഫെയിൽ ചെയ്തിട്ടുണ്ടാവും, സക്സസ്ഫുള്ളായി എല്ലാവരും ഫെയിൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്താണ് സക്സസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫെയിൽ ചെയ്താലും വി ഡോണ്ട് സ്റ്റോപ്പ് ട്രൈയിങ്. നിർത്തരുത്, നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ പൊട്ടിക്കോട്ടെ, നിങ്ങൾ തോറ്റോട്ടെ, കുഴപ്പമില്ല, പിന്നെയും ട്രൈ ചെയ്യുന്ന ആളാണ് സക്സസ്സിലേക്ക് എത്തുള്ളൂ. ഇനി അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ കോട്ടൊന്നും കേട്ടിട്ട് കാര്യമില്ല. ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ കൊടുത്താലോ? ഓക്കെ, അപ്പം അലൻ സാർ ഇപ്പം കുറേ സക്സസിനെ പറ്റി കുറേ മോട്ടിവേഷനൊക്കെ നിങ്ങൾക്ക് തന്നു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അലൻ സാറോ അലക്സ് സാറോ ഈ എക്സാമിനറൊക്കെ എപ്പോഴും ഫുൾ സക്സസ്ഫുൾ ആണ് അല്ലേ, എല്ലാ കാര്യത്തിലും സക്സസ്ഫുൾ ആണെന്നാണ് നിങ്ങൾ വിചാരിക്കുക. പക്ഷേ റിയാലിറ്റി അതിനടുത്ത് പോലും അല്ല. ഞങ്ങൾ കുറച്ചധികം ഫെയിലിയേഴ്സിൽ കൂടിയാണ് കടന്നു വന്നത്. ഇനി ഇവിടെ എല്ലാ ഫെയിലിയേഴ്സും ഞങ്ങൾ എങ്ങനെ ഓവർകം ചെയ്തു എന്ന് പറഞ്ഞ് മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അത് ഓൾറെഡി അലൻ സാർ കുറച്ചധികം തന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ ചെറിയ 2 ഞങ്ങളുടെ ഫെയിലിയേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ചിരിക്കണ്ടെന്നൊന്നും ഞാൻ പറയില്ല, നിങ്ങൾ എന്തായാലും ചിരിക്കും. അപ്പം നല്ല ഉഷാറായിട്ട് ഇരുന്ന് ചിരിച്ചോ. അതിൽ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന നമ്മുടെ സ്വന്തം അലൻ സാറിൻ്റെ ഒരു വീഡിയോ ആണ്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 2 വർഷം മുൻപ് അലൻ സാർ ആദ്യമായിട്ട് ഒരു ക്ലാസ് എടുത്തതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണണോ? ശരിക്കും കാണണേ മാത്രമേ കാണിക്കുള്ളൂ. കാരണം ഇതുവരെ യൂട്യൂബിലും വേറെ ആർക്കും യൂട്യൂബിലും വേറെ ആരും കാണാത്ത ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ കാണണോ ശരിക്കും? അപ്പൊ നിങ്ങൾ വീഡിയോ ഉണ്ടോ? ഇന്ന് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് 2019 ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത് നമ്മൾ 40 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്ത് തീർക്കും. Question number 1. A charged particle enters a uniform magnetic field at an angle of 40 degree. 14 part A. ഇതിൽ ചോദിച്ചിരിക്കുന്നത് തീറ്റ എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. സത്യം പറ, ഈ ക്ലാസ് കാണാൻ നിങ്ങൾ വരുമോ? ഇല്ല. കാര്യം നിങ്ങൾക്ക് അലൻ സാറോട് ഭയങ്കര നിർത്തിക്കോ, മതി ഇത്ര കളിയാക്കിയത് മതി. നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഉറങ്ങിപ്പോകും. അപ്പം ഈ ക്ലാസ് കാണാൻ നിങ്ങൾ ഒരിക്കലും, നിങ്ങൾക്ക് അലൻ സാറിനോട് ഭയങ്കര സ്നേഹമൊക്കെ ആയിരിക്കും, പക്ഷേ ഈ ക്ലാസ് കാണാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും വരാൻ പോകുന്നില്ല. കാരണം എന്താണ്, അലൻ സാർ ചിരിക്കുന്നില്ല, അലൻ സാറിന് ഒച്ചയില്ല, ഭയങ്കര ബോറായിട്ട് ക്ലാസ് എടുക്കുന്നത്. ഇതായിരുന്നു അലൻ സാറിന്റെ ഫസ്റ്റ് ക്ലാസ്. അത് ഫിസിക്സ് വരുന്നത്, വേറെ കോമഡി. മതി, അത്ര മതി. അപ്പം ആ അലൻ സാർ അല്ല ഇവിടെ നിൽക്കുന്നത്, ശരിയല്ലേ? ഇപ്പോൾ അലൻ സാർ ഹലോ എക്സാമിനർ ഫാമിലി, നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അത് വേണം അങ്ങനെയെങ്കിലും പറയാം. അപ്പൊ അവിടുന്ന് ഇത് ജസ്റ്റ് ഒന്ന് 2 വർഷം പോലും ആയിട്ടില്ല, 1.5 വർഷം എന്തായിട്ടുള്ളൂ. ആ 1.5 വർഷം ഇവിടേക്കുള്ള ജേണി അത് അത്ര സിമ്പിൾ പരിപാടി ഒന്നും ആയിരുന്നില്ല. കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറയാം. അതിനു മുമ്പ് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടോ അലൻ സാർ ഇങ്ങനെ കുറച്ച് കോമഡി ഒക്കെ ആയിരുന്നു, പക്ഷേ അലക്സ് സാർ ഭയങ്കര ഭീകര, അലക്സ് സാർ തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ക്ലാസ് ഒക്കെ ആയിരിക്കും അല്ലെ? അങ്ങനെ വിചാരിച്ചിരിക്കുന്നത്? അലക്സ് സാറിന് എനർജി കുറയ്ക്കാൻ പറ്റില്ല അല്ലേ?
സംശയമുണ്ട് അല്ലേ? അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഇതിനേക്കാളും നിങ്ങൾ എൻജോയ് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്തത്. വീണ്ടും ഇത് ആരും കണ്ടിട്ടില്ല, എക്സാമിനർ ഫാമിലി പോട്ടെ, ഞങ്ങളുടെ വീട്ടുകാരിൽ വളരെ കുറച്ച് പേര് മാത്രമേ ഈ സാധനം കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ പ്ലേ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചിലപ്പോൾ ഒരു ഡിസ്ക്ലെയിമർ ഞാൻ തരാം. ഈ വീഡിയോ ചിലപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ ആരോ കിഡ്നാപ്പ് ചെയ്തിട്ട് ഞാൻ അവരെ പേരൻസിനെ വിളിച്ചിട്ട് പൈസ ചോദിക്കുന്ന അതുപോലെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ അതല്ലായിരുന്നു റിയാലിറ്റി. ഓക്കെ, ഡിസ്ക്ലെയിമർ തന്നു. ഇനി നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഓക്കെ, റെഡി? എൻ്റെ പേര് അലക്സ് തോമസ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാൻ ഈ +2 പരീക്ഷ എഴുതി നല്ല മാർക്സ് വാങ്ങിച്ചാൽ പോലും അടുത്തത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പലരും പല അഭിപ്രായം പറയുന്നുണ്ട്. ചിലർ പറയും എൻജിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ്ങിന് പോകാൻ, ചിലർ മെഡിസിൻ്റെ കോച്ചിങ്ങിന് പോകാനോ, അല്ലെങ്കിൽ ചിലർ BSCയോ BCOMോ BBAയോ ഇങ്ങനത്തെ എന്തെങ്കിലും കോഴ്സിനെ കൊണ്ട് ചേരാൻ പറയും. പക്ഷേ ഇതൊക്കെ ചെയ്താൽ തന്നെ എവിടെ എത്തിച്ചേരുന്നോ ഒന്നും നിങ്ങൾക്ക് നിശ്ചയമില്ല. ഇതിനു വേണ്ടി ഞങ്ങളൊരു കരിയർ ഗൈഡൻസ് പ്രോഗ്രാം തുടങ്ങിയിരിക്കുന്നു. ആദ്യത്തെ 5 പേർ ഒരു ഏർലി ബേർഡ് ഓഫർ. അപ്പം എല്ലാ റെസ്പെക്റ്റും കൂടി പോകും. അപ്പം ആ അലക്സാർ ഈ അലക്സാറും സെയിം ആണ്. പക്ഷെ അവിടെ നിന്നുള്ള ആ അലക്സാറും ഈ അലക്സാറിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് എന്താണ്? പേപ്പർ ക്ലിപ്പല്ല, അതല്ല. എന്തായിരുന്നു ഗ്യാപ്പ്? ആ ഗ്യാപ്പിൽ ആകെ ഒരൊറ്റ കാര്യം മാത്രമേ നടന്നിട്ടുള്ളൂ. എന്താണെന്നറിയോ? ഞാൻ വീണ്ടും ഞാൻ മാത്രമല്ല അലക്സാറും വീണ്ടും ട്രൈ ചെയ്തു, അത്രേ ഉള്ളൂ. അതായത് ഞങ്ങൾക്ക് നല്ല ഉറപ്പായിരുന്നു ഇത് നമുക്ക് പറ്റിയ പണിയല്ല ഈ വീഡിയോ എടുത്തപ്പോൾ. പക്ഷേ സമ്മതിച്ചില്ല, വീണ്ടും ട്രൈ ചെയ്തു, വീണ്ടും മണ്ടത്തരായിരുന്നു. ഇതേപോലത്തെ വേറെ കോമഡി വീഡിയോ കുറേ പലതും വന്നിട്ടുണ്ട്. നിങ്ങൾ കാണിച്ചു തരാൻ ഞങ്ങൾക്ക് പറ്റില്ല, എല്ലാം കൂടി കാണിച്ചു തന്നാൽ നിങ്ങൾ എല്ലാവരും കൂടി പോകും. അപ്പം അങ്ങനത്തെ പല വീഡിയോസ് ഇങ്ങനെ വന്ന് ആകെ ഞങ്ങൾ ചെയ്തത് എന്താണെന്നറിയോ? 2 മണ്ടന്മാരെ പോലെ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരുന്നു, വേറെ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇത്രയും നേരം ഞങ്ങൾ കുറേ മോട്ടിവേഷണലായാലും അതും ഇതൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ, അല്ല അതൊന്നും കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇത് മാത്രം ഓർത്ത് വെച്ചോ. ഇന്ന് ഈ ഒരു ലൈവ് ഇവന്റ് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ: വീണ്ടും മണ്ടന്മാരെ പോലെ ട്രൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ, നിങ്ങളുടെ മുൻപിൽ എന്തുണ്ടോ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അത് നടക്കേണ്ടതാണ്, തീർച്ചയായിട്ടും നടന്നിരിക്കും. നടന്നില്ലേ? അപ്പോൾ നിങ്ങൾക്ക് അത് നടത്തിയെടുക്കാൻ പറ്റും, അതിലൊരു സംശയവും ഇല്ല.